ഇപ്പം അരക്കൻ ആർമിയുടെ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പം മ്യാൻമറിനുള്ളിൽ നിന്നൊരു പുതിയ രാജ്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇനി മ്യാൻമർ പട്ടാളവുമായി സംസാരിക്കുന്നതിന് പകരം നയം മാറ്റുമോ? അതായത് ഇന്ത്യ ഇതുവരെയുള്ള നയം മാറ്റി എഴുതണം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം മ്യാൻമറിൽ ഇന്ത്യയുടെ സ്ഥാനപതിയായിരുന്ന മുമ്പ് രാജീവ് ഭാട്ടിയുടെ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റേ വിമത സേനകളുമായിട്ട് അരക്കൻ ആർമി പോലുള്ള മറ്റേ ത്രീ ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ട് സേന, 3 സേനകൾ, 4-5 സേനകളുണ്ട്, പ്രധാനമായിട്ടും 3 സേനകൾ, അവരുമായിട്ടാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. അതിൽ തന്നെ അരക്കൻ ആർമിയുമായിട്ടാണ് ഇനി നമ്മൾ ബന്ധം പുലർത്തേണ്ടതെന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ വാദിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ സേനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മുമ്പ് IFS ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നുകൊണ്ട് ഇവിടുത്തെ വിദേശകാര്യ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അരക്കൻ ആർമിയുമായിട്ട് ഇപ്പോൾ ഇന്ത്യ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ ചില സഹായത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. കാരണം നമുക്ക് അവിടെ താല്പര്യങ്ങളുണ്ട്. കാരണം ഈ റക്കീൻ സ്വതന്ത്രമാകാൻ പോകുന്ന രാജ്യമുണ്ടല്ലോ, റക്കീൻ ബുദ്ധമത രാജ്യം, അവിടെയാണ് നമ്മുടെ സിത്വേ പോർട്ട്, അതുവഴിയുള്ള ഒരു പാത പണിതുകൊണ്ടിരിക്കുകയാണ്. പോർട്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ മിസോറാമിലേക്ക് ഒരു പാത പണിയാണ്. അത് 356 കോടി രൂപ വരുന്നതാണ്. അത് 10-20 കിലോമീറ്റർ പണി തീർന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കുറേ താല്പര്യങ്ങളുണ്ട്. ആ പാത പണിയുമ്പോഴുള്ള ഗുണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1850 കിലോമീറ്റർ വരും. സിലിഗുഡി കോറിഡോർ വഴിയേ നമുക്ക് നമ്മുടെ വടക്കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. കൽക്കട്ടയിൽ നിന്ന് സിലിഗുഡി കോറിഡോർ 1850 കിലോമീറ്റർ. ഈ മിസോറാമിലേക്ക് ഈ സിത്വേ വഴി ബംഗാൾ ഉൾക്കടലിലേക്ക് ഈ പാത ഉണ്ടാക്കുമ്പോൾ, മറ്റേ മിസോറാം വരെ പാത ഉണ്ടാക്കുമ്പോൾ ഇത് 950 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങും. പകുതി വഴിയേ വരുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് വലിയ സഹായമായി വരുന്നൊരു പദ്ധതി നമുക്കവിടെ ഉണ്ട്. അത് പ്രധാനമാണ്. അതുകൊണ്ട് ഈ റക്കീൻ എന്ന് പറഞ്ഞ രാജ്യം, പുതിയ രാജ്യം വരുന്നത്, ഒരുപക്ഷെ 1970 ബംഗ്ലാദേശ് ഉണ്ടായപ്പോൾ അതിനെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. സ്വാഭാവികമാണല്ലോ, നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റേ ഈ റക്കീൻ എന്ന് പറഞ്ഞൊരു രാജ്യം വന്നാൽ ഒരുപക്ഷെ അതിനെ ആദ്യം അംഗീകരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ ആകാം, നമുക്ക് താല്പര്യങ്ങളുള്ളത് കൊണ്ട്. ചൈനയും അംഗീകരിച്ചു എന്ന് വരാം. ചൈനയ്ക്കും താല്പര്യങ്ങളുണ്ട് അവിടെ. തുറമുഖം, വേറൊരു തുറമുഖം അവരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി, ചിൻ നാഷണൽ ഫ്രണ്ട്, നാഷണൽ യൂണിറ്റി തുടങ്ങിയ വിമത സേനകളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇവരുമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കണം എന്നാണ് പറയുന്നത് ഇദ്ദേഹം, രാജീവ് ഭാട്ടിയ. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മൾ അരക്കൻ ആർമിയുമായിട്ടൊക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അരക്കൻ ആർമി എന്ന് പറയുന്നത് ഒരു മാതൃസംഘടനയുണ്ട്, അതിൻ്റെ പട്ടാളമാണ് ഈ അരക്കൻ ആർമി എന്ന് പറയുന്നത്. അപ്പോൾ മാതൃസംഘടനയായിട്ട് നമുക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നവരാണ്. സ്വതന്ത്ര രാജ്യം ഇല്ല, പട്ടാളമായിട്ട് അവർ അവിടുത്തെ ഭരണകൂടമായിട്ട് സംസാരിച്ച് നീക്കുപോക്കുകൾ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു സ്വയംഭരണ പ്രദേശം വരുന്നുള്ളത് ഉറപ്പാണ്. അവിടെ പുതിയ ഭരണക്കാരും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവർ ഈ സേനകൾ അവിടുത്തെ പട്ടാള ഭരണകൂടത്തിനെതിരായിരുന്നത് കൊണ്ട് ഇന്ത്യ ഈ സേനകളെ ഇതുവരെ മൈൻഡ് ചെയ്തിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ജൂൺ മുതൽ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 2-3 ആഴ്ച മുമ്പ് ബാങ്കോക്കിൽ ഈ 5-6 രാജ്യങ്ങൾ തമ്മിൽ, ലാവോസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും ചൈനയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി മിശ്രി പങ്കെടുത്തിരുന്ന ഒരു യോഗത്തിൽ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നതൊക്കെ അറിയാം മ്യാൻമറിൽ. അപ്പോൾ വടക്ക് കിഴക്കുള്ള നമ്മുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലുള്ള ചില കലാപകാരികളുടെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, മണിപ്പൂർ പോലുള്ള സ്ഥലം, അവരുമൊക്കെ ആയിട്ട് ഈ വിമത സേനകളിൽ ചിലതിനൊക്കെ ബന്ധമുണ്ട്.
ബംഗ്ലാദേശിനാണെങ്കിൽ കൂടുതൽ ഇനി അരക്കൻ ആർമിയെ ആശ്രയിക്കേണ്ടി വരും. ബംഗ്ലാദേശിന് വലിയ ക്ഷീണമാണ് വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ബുദ്ധമത രാജ്യത്തിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ 60,000 പേര് കൂടി പലായനം ചെയ്തത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11 ലക്ഷം പേര് ബംഗ്ലാദേശിൽ കോക്സ് ബസാറിൽ താൽക്കാലികമായി കിട്ടിയ ഷെഡിലൊക്കെ ആയിട്ട് കഴിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ ചരക്ക്, മനുഷ്യർ, ഉപകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ നീക്കുപോക്ക് ബംഗ്ലാദേശിലേക്കുള്ളത് അത് അരക്കൻ ആർമി സമ്മതിച്ചാലേ ഇനി നടക്കുള്ളൂ. കാരണം അതിർത്തി മുഴുവൻ 271 കിലോമീറ്റർ ബംഗ്ലാദേശ് അതിർത്തി ഇപ്പോൾ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. നമ്മുടെ ഇന്ത്യ മ്യാൻമാർ അതിർത്തി 1643 കിലോമീറ്ററാണ്. നമുക്ക് വലിയ അതിർത്തിയുണ്ട് മ്യാൻമാറുമായിട്ട്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുമൊക്കെ ആയിട്ടൊക്കെ ഈ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പം മ്യാൻമറിൽ ഇപ്പോഴും ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളുണ്ട് എന്നർത്ഥം. അവരൊക്കെയാണ് മണിപ്പൂരിൽ പ്രവർത്തിച്ചൊക്കെ വരുന്നത്, ഈ ചിൻ ഗ്രൂപ്പുകളും ഒക്കെ. 135 ഗോത്ര സമുദായങ്ങൾ മ്യാൻമറിലുണ്ട്. ഇതിലൊന്നും റോഹിംഗ്യകളെ പെടുത്തിയിട്ടില്ല. അതായത് അവിടുത്തെ എത്നിക് ഗ്രൂപ്പുകളിലൊന്നും റോഹിംഗ്യകളില്ല. റോഹിംഗ്യകളെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവിടുന്ന്. 2017 ഓഗസ്റ്റിൽ അരക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി, അത് ഈ റോഹിംഗ്യകളുടെ ആർമിയാണ്, അതുണ്ടായി. അവർ പോലീസ് പോസ്റ്റുകൾ ആക്രമിച്ചു, ഈ റോഹിംഗ്യകളുടെ സാൽവേഷൻ ആർമി. അപ്പോൾ അതോടുകൂടിയാണ് അവർ വെള്ളത്തിലായത്. അതിനെ തുടർന്ന് അവിടുത്തെ പട്ടാള ഭരണകൂടം റോഹിംഗ്യകളുമായിട്ടൊക്കെ ഏറ്റുമുട്ടലുണ്ടായി. 7 ലക്ഷം റോഹിംഗ്യകൾ അപ്പോഴാണ് പലായനം ചെയ്യുന്നത്. 1 ലക്ഷത്തിൽ കൂടുതൽ റോഹിംഗ്യകൾ അഭയാർത്ഥികളായിട്ട് അപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പോയി ചേരുകയാണ് ഇവർ. ഇപ്പം അത് 11 ലക്ഷം ആയിട്ടുണ്ട് ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ. ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് BGB എന്ന് പറഞ്ഞിട്ടൊരു അതിർത്തി സേനയുണ്ട് ബംഗ്ലാദേശിന്. അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതിർത്തി മുഴുവൻ പിടിച്ചു കഴിഞ്ഞല്ലോ. തെക്നാഫ്, അതിർത്തിയിലുള്ള തെക്നാഫ് പുഴ തീരത്തെ പട്ടണം പിടിച്ചിട്ടുണ്ട്, ടൗൺഷിപ്പ്. തെക്നാഫ് മ്യാൻമാർ ബോർഡർ ട്രേഡ് ഉണ്ടായിരുന്നു. ഈ തെക്നാഫ് എന്ന് പറഞ്ഞാൽ മ്യാൻമാറിലെ റഖീനിലെ ഭാഗവും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ഉണ്ടായിരുന്നു. അതിനി നടപ്പില്ല. തെക്കനാഫ് അരക്കൻ ആർമി പിടിച്ചു കഴിഞ്ഞല്ലോ. ഇനി സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ച ശേഷമേ നടക്കുള്ളൂ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇതുവരെ നടന്നിരുന്ന കച്ചവടത്തിൽ 74% കുറവ് വന്നിട്ടുണ്ട്. ഈ ബോർഡർ ട്രേഡിൽ കുറവ് വന്നിട്ടുണ്ട്. നമുക്ക് കലാധാൻ പുഴ മേഖലയിലാണ് നമ്മുടെ പദ്ധതി, ഇന്ത്യയുടെ പദ്ധതി. അത് അരക്കൻ ആർമിയുമായിട്ട് നന്നായിട്ട് ഇനി പോയാൽ മാത്രമേ ഈ പദ്ധതി സുഗമമായിട്ട് പോവുള്ളൂ. നമ്മുടെ മിസോറാമിലേക്കുള്ള പാതയുടെ പദ്ധതി, തുറമുഖ പദ്ധതി. റഖീൻ, ചിൻ ഇതൊക്കെ നോർത്ത് ഈസ്റ്റ് നമ്മുടെ ഭാഗങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. റഖീൻ പ്രവിശ്യയും ചിൻ പ്രവിശ്യയും. ഉൾഫ, NSCN, കുക്കി ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിമതസേനകളാണ് ഇത്. അപ്പോൾ അവർ ഭരണകൂടം ഉണ്ടാക്കുമ്പോൾ പിന്നീട് നമ്മുടെ ഈ മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ല എന്നുകൂടി നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ച വേണ്ടി വരണമെന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. കലാദാൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ്, അതാണ് നമ്മുടെ കലാദാൻ പ്രോജക്റ്റ്. 4500 കോടി രൂപയുടെ പദ്ധതിയാണത്. അതിന് പുറമെ ഇന്ത്യ, മന്മാർ, തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ അങ്ങനൊരു പദ്ധതിയും കൂടി ഉണ്ട്. നമുക്ക് തായ്ലൻഡുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഹൈവേ പദ്ധതിയും കൂടി ഉണ്ട് മ്യാൻമാർ വഴി. ഈ യുന്നാനിൽ നിന്ന്, അതായത് മറ്റേ ചൈനയിലെ യുന്നാൻ പ്രവിശ്യയിൽ നിന്നുള്ള ഒരു പദ്ധതി, മറ്റേ കോറിഡോർ ചൈനയ്ക്കുണ്ട്. അവരുടെ തുറമുഖമാണ് ഈ റഖീൻ സ്റ്റേറ്റിൽ ക്വാക് ഫ്യൂ എന്ന് പറഞ്ഞ തുറമുഖം ചൈനയുടെയാണ്. നമ്മുടേത് സിറ്റ്വേ.
അപ്പോൾ 2009 ത്വാൻ മ്രാത് നൈ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഗാർഡനറായിരുന്നു, പൂന്തോട്ടം സൂക്ഷിപ്പുകാരൻ. സൂക്ഷിപ്പുകാരനൊക്കെ ആയിരുന്നു. ത്വാൻ മ്രാത് നൈ അദ്ദേഹമാണ് ഈ അരക്കൻ ആർമി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഡോക്ടറും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ബ്രിഗേഡിയർ ജനറൽ നിത്വാൻ എബാങ് എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും ഒക്കെ ആയിരിക്കും ഇനി ഭരിക്കുന്നതൊക്കെ, തലപ്പത്ത് വരുന്ന രാജ്യം. ഒരാൾ ഗാർഡനറും ഒരാൾ ഡോക്ടറും ആയിട്ട്. പക്ഷെ പട്ടാളത്തിൽ വരുമ്പോൾ ബ്രിഗേഡിയർ ജനറൽ എന്നൊക്കെയാണല്ലോ പറയുക സ്ഥാനം. അപ്പോൾ ഇപ്പോൾ ഒരു 50,000-60,000 പട്ടാളക്കാരുണ്ട് ഇവർക്ക്. പരിശീലനം ലഭിച്ചവരാണ്, പുറത്തു നിന്നൊക്കെ പരിശീലനം കിട്ടിയ ആളുകളാണ് അവര്. അപ്പോൾ ഈ 3 സേനകളിൽ TNLAയും MNDAയും ചൈനയുടെ സ്വാധീനമുള്ളതാണ്. അരക്കൻ ആർമി ചൈനയുടെ സ്വാധീനത്തിൽ നിന്ന് വിട്ടു മാറിയ ഒരു ആർമിയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല. അത് ഇന്ത്യക്ക് അവരുമായിട്ട് സംസാരിക്കാം. 3 ബ്രദർഹുഡ് അലയൻസ് എന്നാണ് പറയുന്നത്. ആ 3 സേനകളിൽ 2 എണ്ണത്തിന് ചൈനയായിട്ട് ബന്ധമുണ്ട്, അരക്കൻ ആർമിക്ക് ഇല്ല. അപ്പോൾ ഈ ക്വാക്ഫ്യൂ തുറമുഖത്തിൻ്റെ ഗുണം ചൈനയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മലാക്ക കടലിടുക്കില്ലേ, അതിനെ കടന്നു കയറി ഇന്ത്യ സമുദ്രത്തിലേക്ക് വരാം എന്നുള്ളതാണ് ചൈനയുടെ ഗുണം. നമ്മൾ ചെയ്യുന്നത് സിത്വേ തുറമുഖത്ത് നിന്ന് പലേത്വയിലേക്ക് പാത, പലേത്വയിൽ നിന്ന് മിസോറാമിലെ സോറിൻപ്യൂയ് അങ്ങോട്ട് പാത. ഇത് 109 കിലോമീറ്റർ, 356 കോടിയാണ് ചെലവ് വരുന്നത്. ആ റോഡ് ആയിട്ടില്ല. ആ റോഡ് നമുക്ക് ആയേ പറ്റൂ. മറ്റേ സിലിഗുഡി കോറിഡോർ കടന്നു കയറാൻ നമുക്ക് വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒരു എളുപ്പപാത, ആ പാതയും കൂടി കിട്ടിയാലാണ് നമുക്ക് മണിപ്പൂരിലേക്ക് പോലുള്ള കലാപങ്ങളൊക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും. അതാണ് വിഷയം. അപ്പോൾ 5 കമ്പനികളുടെ കൺസോർഷ്യമാണ് ആ പാത പണിതുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി. 5 കമ്പനികൾ, അതുമൊക്കെ നിലനിൽക്കേണ്ടതുണ്ട്. ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഓവറോൾ അതിൻ്റെ പണി ഏറ്റെടുത്ത് ഈ 5 കമ്പനികളുടെ കൺസോർഷ്യം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിൻ പ്രവിശ്യയുമായിട്ട് അടുത്ത് കിടക്കുന്നതാണ് മണിപ്പൂർ സംസ്ഥാനവും മിസോറാമും. ചിൻ പ്രവിശ്യമായിട്ട്, സഗൈൻ പ്രവിശ്യമായിട്ട് അടുത്ത് കിടക്കുന്നതാണ് മണിപ്പൂരും നാഗാലാൻഡും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഇന്ത്യ ഒരു സംരക്ഷണം കൊടുക്കും ഈ പുതിയ രാജ്യത്തിനും എന്നുള്ള രീതിയിൽ പറയാം അല്ലേ? കാരണം ആർമിയുമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ അതുവരെ ശത്രുക്കളായിരുന്നവരും ഒക്കെ ആയിട്ട് നന്നായിട്ട് ബന്ധപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആവശ്യബോധം കൊണ്ടാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ തന്നെ അരക്കൻ ആർമിയുമായിട്ട് ബന്ധത്തിലാണ് എന്നാണ് പഴയ മ്യാൻമറിലെ സ്ഥാനപതി രാജീവ് ഭാട്ടിയ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബന്ധമൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു പുതിയ രാജ്യം ഉണ്ടാക്കുന്നവരുമായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.